ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കണം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്യണ്ടായി, കുട്ടികളിലെ പേടി എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണ്ടായി. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ പാരൻ്റ് എന്നെ വിളിച്ചിരുന്നു ഇന്ന് രാവിലെ. ആൾക്ക് ബാത്റൂമിലേക്കൊക്കെ പോകാൻ ആ ഒരു സംഭവം കേട്ടതിന് ശേഷം ഭയങ്കര പേടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ആളിന്ന് ഒറ്റയ്ക്കാണ് ബാത്റൂമിലേക്കൊക്കെ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ അവനെ ഇവിടെ ക്ലാസ്സിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഞങ്ങളുടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പുറകുവശത്തേക്കാണ്, ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ കുറച്ച് പുറകുവശത്തേക്കാണ്. ആ പുറകുവശത്ത് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിലാണ് ലൈറ്റ് ഉള്ളത്. ആ ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് വേണം പോകാൻ. അത് കഴിഞ്ഞ് ഒരു റൂമിൻ്റെ ഉള്ളിലേക്കാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പം ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ, പുറത്തേക്ക് ലൈറ്റ് കാണില്ല, ശരിക്കും ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ട്, ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ട് ഞാൻ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് സമയം ഞാൻ അവിടെ നിന്നതിന് ശേഷം ഞാൻ വിളിച്ച് ചോദിച്ചു, മോനെ പേടിയാവുന്നുണ്ടോയെന്ന്. അവൻ പറഞ്ഞു, ഇല്ല മിസ്സ് സംസാരിക്കേണ്ട, മിസ്സ് ടോയ്ലറ്റ് പോയതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നാലേന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ആൾ പേടിച്ചിരിക്കുകയാണ്. കുറച്ചൊക്കെ ഒരു പേടിയുണ്ട്. എന്നാലും ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്ത് വന്ന് കുട്ടിയോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, നമ്മൾ എന്ത് സംഭവം വന്നാലും അതിനെ ധൈര്യത്തോടെ നേരിടണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ പറയുക, അങ്ങനെ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവം കേൾക്കുമ്പോഴത്തേക്ക് അത് വലുതാക്കി മനസ്സിലിട്ട് വലുതാക്കി കൊണ്ടു നടക്കാതെ, എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും മിസ്സിനെ വിളിച്ചോ, മിസ്സ് പറഞ്ഞുതരും. അതല്ല പാരൻസിനോട് ചോദിക്കുക, പാരൻസിനോട് പറയാം, അത് അങ്ങനെ അല്ലല്ലോ എന്നാണ് എൻ്റെ മിസ്സ് പറഞ്ഞത്, അതിന് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ എന്ന് പറയണം. അതുപോലെ എന്ത് കാര്യം നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിലും അത് ഏത് സമയത്തായാലും ചോദിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പേടി മാറ്റാൻ നമ്മൾ ഒരുപാടൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിൽ, പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിൽ അത് പെട്ടെന്ന് പറയാതെ കുറച്ചൊരു മയത്തിലൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ കുട്ടികളെ നമ്മളോട് ചേർത്ത് പിടിക്കുക. എന്ത് കാര്യം കുട്ടികൾ പറയുന്ന സമയത്തും അവരെ കേൾക്കാനൊരു സാവകാശം നമ്മൾ കൊടുക്കുക. അവർ ചിലപ്പോൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും ഒരുപാട് ദീർഘിപ്പിച്ചൊക്കെ ആയിരിക്കും പറയുക, എന്നെപ്പോലെ തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ സമാധാനത്തോടെ കേൾക്കുക. എന്നിട്ട് അവർ പറയുന്നതിനൊക്കെ ഒന്ന് മൂളിക്കൊടുക്കുക. അപ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് എന്ത് വരും, എന്ത് പറയുകയാണെങ്കിലും എൻ്റെ ഉമ്മ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു മനസ്സമാധാനം അവർക്ക് വരും. അപ്പോൾ അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.